വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ ഗ്രാമർ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും പാർട്സ് ഓഫ് സ്പീച്ച് എന്ന്. പക്ഷെ ഇത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ പലർക്കും ഇല്ല. അവിടെ ഇവിടേക്ക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത മക്കളായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് എന്ത് ചെയ്തു തരാം, വളരെ സിമ്പിൾ ആയിട്ട് വിത്ത് എക്സാമ്പിൾസോട് കൂടി 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ മിസ് ക്ലിയർ ആക്കി തരാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എത്രയാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമുക്കുള്ളത് അല്ലെ. അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. വേർബ്സ് ഉണ്ട്, പ്രോണൗൺ ഉണ്ട്, നൗൺസ് ഉണ്ട്, ഇന്റർജെക്ഷൻ, ആഡ്ജക്റ്റീവ്, കൺജങ്ഷൻ, ആഡ്വർബ്, പ്രിപ്പോസിഷൻസ്. ഇത്രയുമാണ് നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇവ ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ എക്സാമ്പിൾസോട് കൂടി നോക്കാൻ പോവാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ എന്താണ്, വേർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണെടാ, ഒരു ആക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ കാണിക്കുന്നതാണ് എന്ത്, വെർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റൺ അല്ലെങ്കിൽ വോക്ക് അല്ലെങ്കിൽ പുഷ്, ഈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതൊരു ആക്ഷൻ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർബ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കും. Sophie ran to school because she was late. അല്ലെ, ഇവിടെ run എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷൻ ആണ്. സോ ഇതെന്താണ്, വെർബ് ആണ്. Sophie ran to school because she was late. ലേറ്റ് ആയതുകൊണ്ട് സോഫി സ്കൂളിലേക്ക് ഓടിപ്പോയി. അതിൽ ഓടി എന്നുള്ളത് എന്താണ്, വെർബാണ് ഇവിടെ. John loves to bake cookies. ജോണിന് കുക്കീസ് ബേക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ബേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷൻ ആണ് അല്ലെ. ഇതുപോലെ ഒരു ആക്ഷനെയോ എക്സ്പീരിയൻസിനെയോ നമ്മൾ എന്ത് പറയും, നമ്മളിതാ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് വേർബ്സ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം, നൗൺ ആണ് അല്ലെ. നൗൺ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ് ഓർ ഐഡിയാസ്, ഇതിനെയൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നൗൺസ് യൂസ് ചെയ്യുന്നത് അല്ലെ. എക്സാമ്പിൾ ഹൗസ് അല്ലെങ്കിൽ ടീച്ചർ, കപ്പ്, ഷോപ്പ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നൗൺസിന് എക്സാമ്പിൾസ് ആണ്. ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. മൈ ടീച്ചർ ഈസ് എ വെരി നൈസ് പേഴ്സൺ. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഴ്സൺ ആണ് അല്ലെ. സോ ഇതെന്താണ്, നൗൺ ആണ്. അബി ഈസ് ഗോയിങ് ടു ഗോ ഓൺ ഹോളിഡേ ടു ചൈന അല്ലെ. അബി എന്താണ്, ഹോളിഡേ ആയതുകൊണ്ട് ചൈനയിലേക്ക് പോവാണ് അല്ലെ. സോ ഇവിടെ എന്താണ്, ഇവിടെ ഒരു പേഴ്സണെയാണ്. ഇതുപോലെ പേഴ്സൺ, പ്ലേസ്, തിങ്സ് അല്ലെങ്കിൽ ഐഡിയാസിനെയൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നൗൺസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആഡ്ജക്റ്റീവ്. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. അബി ഹാസ് എ ഹ്യൂജ് ഹൗസ് വിത്ത് 6 bedrooms അല്ലെ. അബി ഹാസ് എ ഹ്യൂജ് ഹൗസ് വിത്ത് 6 bedrooms. അപ്പൊ ഹ്യൂജ് എന്നുള്ളത് എന്താണ്, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലെ. സോ ഹ്യൂജ് എന്നുള്ളത് എന്താണ്, ഒരു അഡ്ജക്റ്റീവ് ആണ്. സോ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ്. സോ നെക്സ്റ്റ് വൺ എന്താണ്, ആഡ്വർബ് ആണ് അല്ലെ. ആഡ്വർബ് എന്താണ്, ഒരു വെർബിനെയോ ആഡ്ജക്റ്റീവിനെയോ ആഡ്വർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സോഫി ഈസ് ഓൾവേസ് ലേറ്റ് ഫോർ സ്കൂൾ. ഇവിടെ സ്ലോലി, യെസ്റ്റർഡേ, ഓൾവേസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ആഡ്വർബ്സ് എക്സാമ്പിൾ ആണ്. സോ എന്താണ് പ്രോനൗൺസ്, റീപ്ലേസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ റീപ്ലേസ് ചെയ്തിട്ട് കാണുന്ന, അതായത് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവട്ടോ. മരിയ ഈസ് എ വെരി നൈസ് ഫ്രണ്ട്. മരിയ ഒരു നല്ല സുഹൃത്താണ്. മരിയ ഓൾവേസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. എന്നെ ഹോംവർക്ക് ചെയ്യാൻ മരിയ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ മരിയ എന്നുള്ള വേർഡിന് പകരം നെക്സ്റ്റ് സെന്റൻസിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് ഷീ എന്നാക്കിയിട്ടുണ്ട് അല്ലെ. ഇവിടെ ഷീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയ എന്ന് തന്നെയാണ് അർത്ഥം. സോ ഒരു സെന്റൻസിൽ ഒരു പേഴ്സണെയോ പ്ലേസിനെയോ തിങ്ങിനെയോ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത സെന്റൻസസിനെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഷീ, ഹി, അവർ, ദേ, ഇറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെടാ, പ്രോനൗൺസിന് എക്സാമ്പിൾ ആണ്. സോ എന്താണ് പ്രോനൗൺ എന്നുള്ളത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് എന്താണ്, ഇന്റർജെക്ഷൻ എന്താണെന്നാണ്. എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻ, അതായത് നമ്മൾ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടില്ലേ, അല്ലെങ്കിൽ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. So express strong emotion and is followed by an exclamation mark അല്ലെ. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് നമ്മൾ സ്ട്രോങ് ഇമോഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ്, അല്ലാതെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. Hey, I haven't seen you in a long time അല്ലെ. ആ ഹീൽ എന്താണ്, അത്രയും എന്താ, ഒരു
ഒരു ജിജ്ഞാസയുണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് കൺജക്ഷൻ എന്താണെന്നുള്ളതാണ് അല്ലെ. സോ വേർഡ്സിനെ കണക്ട് ചെയ്തിട്ട് രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ആൻഡ് യൂസ് ചെയ്യാറുണ്ട്, ബട്ട് യൂസ് ചെയ്യാറുണ്ട്, ഓൾസോ യൂസ് ചെയ്യാറുണ്ട്, ഓർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ I like to watch the television and eat popcorn. എനിക്ക് ടെലിവിഷൻ കാണാൻ ഇഷ്ടമാണ് ആൻഡ് അതിന്റെ കൂടെ പോപ്കോൺ കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ട്, ആൻഡ് ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ കൺജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, പ്രിപ്പോസിഷൻ ആണ് അല്ലെ. സോ ഒരു പ്ലേസിനെയോ അല്ലെങ്കിൽ ടൈമിനെയോ അല്ലെങ്കിൽ ഡയറക്ഷനെയോ കാണിക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അത് നൗണിനോ അല്ലെ പ്രോനൗണിനോ മുമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അണ്ടർ, എബോ, ഇൻ, ഡ്യൂറിംഗ് എന്നൊക്കെ ഉള്ളത് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ ബോക്സ് അല്ലെ. ജംപ്ഡ് ഓവർ ദ ബോക്സ്, അതായത് ബോക്സിന്റെ മുകളിൽ കൂടി ക്യാറ്റ് ജമ്പ് ചെയ്തു. സോ ഓവർ എന്നുള്ളത് എന്താണ്, ഇവിടെ പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ ഇപ്പൊ നമ്മളിതാ ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു പാരഗ്രാഫ്, അതായത് 8 പാർട്സ് ഓഫ് സ്പീച്ചും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.